കയറിലിടുമ്പോൾ തന്നെ മഴവെള്ളം അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നാമുറ്റത്തെ താഴ്ന്ന ചുറ്റുമതിലിന് അപ്പുറത്ത് നിന്ന് ഒരു ആൺശബ്ദം കേട്ടു. മീരമോളെ, ഇന്നത്തെ മഴ നല്ല ഉഗ്രമായല്ലോ. തുണി ഉണങ്ങാൻ സമയമെടുക്കും അല്ലേ? മീര ഞെട്ടി തിരിഞ്ഞു നോക്കി. രാജൻ ചേട്ടൻ 50കളിലേക്ക് കടന്നെങ്കിലും ശരീരം ഇപ്പോഴും കട്ടിയുള്ള മരം പോലെ കറുത്ത് നിൽക്കുന്നു. കയ്യിലൊരു തേങ്ങ മഴയിൽ നനഞ്ഞ് മീശ വെട്ടിയിട്ട് തിളങ്ങുന്നുണ്ട്. അയ്യോ ചേട്ടാ, അറിഞ്ഞില്ലേ? ഞാൻ വേഗം തീർക്കാം. മീര ഒന്ന് പതുക്കെ പറഞ്ഞു. സാരി ഒട്ടി നിൽക്കുന്നത് കൊണ്ട് അവളുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. രാജൻ ചിരിച്ചു. ആവശ്യമില്ല മോളെ, ഞാനിവിടെ 2 തേങ്ങ പറിക്കാനാ വന്നത്. നിന്നെ മതിലിനടുത്ത് തന്നെ നിൽക്കുന്നല്ലോ കണ്ടപ്പോൾ നിന്നോട് പറയാതെയും ചോദിക്കാതും പോയതാൽ മോശമല്ലേ എന്ന് കേട്ടു. അയാൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് 2 തേങ്ങ കുത്തിയിട്ടു. മീര അറിയാതെ അയാളുടെ കൈകളിലേക്ക് നോക്കി. കട്ടിയുള്ള കൈകൾ പുറന്തടം വീർത്ത് നിൽക്കുന്നു. മോളിപ്പോൾ ഏകയായി ഇരിക്കുകയല്ലേ? ഭർത്താവ് ദുബായിലല്ലേ? രാജൻ താഴെ വീണ തേങ്ങ എടുക്കാൻ കുനിഞ്ഞു. അപ്പോൾ അയാളുടെ ലുങ്കിയൊന്നു തെന്നി മാറി. അതവൾ ശ്രദ്ധിച്ചു. മീരയുടെ ശരീരമാസകലമായി ഒന്ന് ചൂടായി. 1 വർഷമായി. ആഹാ, 1 വർഷമെന്നാൽ ഒരുപാട് ദിനങ്ങൾ. ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ മോളെ? രാജൻ മതിലിന് അരികെ നിന്ന് കയ്യിലെ തേങ്ങ അവളുടെ നേരെ നീട്ടി. ഇത് വെച്ചോ, പച്ച തേങ്ങ, നല്ല രസമുള്ളതാ. കുടിച്ചാൽ ഉള്ളിൽ തണുപ്പ് കയറു കേട്ടോ. മീര കൈനീട്ടി വാങ്ങുമ്പോൾ അയാളുടെ വിരലുകൾ അവളുടെ കൈപ്പടത്തിൽ ഒന്ന് തഴുകി. വെറും 1 നിമിഷം, പക്ഷേ അവളുടെ ശരീരത്തിൽ വൈദ്യുതി ഇരച്ചു കയറി. അവളൊന്ന് അയാളെ നോക്കി. നന്ദി ചേട്ടാ. അവൾ പെട്ടെന്ന് തിരിഞ്ഞു വീട്ടിലേക്ക് കയറി. രാജൻ പുഞ്ചിരിച്ചു. മഴ കൂടിയാൽ വിളിക്കും മോളെ. ഞാൻ വന്ന് തുണിയെടുത്ത് വരാന്തയിൽ ഇട്ട് തരാം. ഒറ്റയ്ക്കല്ലേ, സഹായിക്കേണ്ടേ? മീര ഒന്നും മിണ്ടാതെ തലയാട്ടി. അവളുടെ ഒട്ടി നിൽക്കുന്ന ആ മഴത്തുള്ളികൾ അയാളൊന്നു നോക്കി നിന്നു. 3 ദിവസം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച വൈകുന്നേരം. മഴ നിന്നിരുന്നു. മീര അടുക്കളയിൽ സുലൈമാനി ചായയിട്ട് വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിലൂടെ ഒരു മുട്ട്. മോളെ, വാതിൽ തുറന്നേ. രാജൻ ചേട്ടൻ കയ്യിലൊരു കപ്പളങ്ങ. ഇന്ന് കപ്പളത്തിൽ നിന്ന് പറിച്ചതാ. നിനക്ക് ഒരു കൂട്ടം തരാം എന്ന് വെച്ച. മീര ഒന്ന് മടിച്ചു. പക്ഷെ വാതിൽ തുറന്നു. എന്താ ചെയ്യുക? ചേട്ടാ, ഇത് ഇങ്ങനെ. അയാൾ അകത്തേക്ക് കയറി. അടുക്കളയിൽ നിൽക്കുന്ന മീരയെ മുകളിൽ നിന്ന് താഴോട്ടൊന്ന് നോക്കി. നല്ല മണം വരുന്നുണ്ടല്ലോ മോളെ. എന്താ, ചായയുടെയാണോ? അയാൾ തമാശയായി ചോദിച്ചു. മീരയുടെ കവിൾ ഒന്ന് ചുവന്നു. ചേട്ടാ, അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റായോ? മണക്കുന്ന ചായക്ക് ഒരു രസമല്ലേ? പിന്നെ ചിലപ്പോൾ ചായ എല്ലാത്തിനും ഒരേ രസമൊന്നും ഉണ്ടാകില്ലല്ലോ. രാജൻ കണ്ണ് ഇറക്കി ഒന്ന് കാണിച്ചു. മീരയുടെ കണ്ണ് താഴോട്ടൊന്ന് പോയി. അവൾ അറിയാതെ കാലുകൾ കൊണ്ടൊന്നു ഞെരടി. അവളുടെ ശരീരം വീണ്ടും ചൂട് പകർന്നു. ചായ കുടിക്കുന്നോ ചേട്ടാ? അവൾ വേഗം വിഷയം മാറ്റി. കുടിക്കാം, പക്ഷെ ഒരു കാര്യം. ഞാനൊന്ന് ഇരുന്നോട്ടെ. അയാൾ അടുക്കളയിൽ ചെറിയ ബെഞ്ചിൽ ഇരുന്നു. ലുങ്കിയൊക്കെ മടക്കി കുത്തിയുള്ള ആ ഇരിപ്പ് മീരയൊന്ന് നോക്കി. മീര ചായ എടുത്തു കൊണ്ടുവന്നു. അത് കൊടുക്കുന്ന ഒന്ന് കുനിഞ്ഞു പോയി. അവളുടെ ആ സാരി തൽപ്പൊന്ന് മാറിപ്പോയി. അയാൾ ഒന്ന് ഞെട്ടി. അയാൾ നോക്കി, അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. മീരമോളുടെ ചായ നല്ല രസമുള്ളതാ കേട്ടോ. കുടിക്കുമ്പോൾ തൊണ്ട വരെ ചൂട് കയറുന്നുണ്ട്. പിന്നെ ഉള്ളിൽ എല്ലാം ചൂടായി വരുന്നുണ്ട്. അത്രയും ടേസ്റ്റാ മീരമോളുടെ ഈ ചായ എന്നയാൾ അർത്ഥം വെച്ച് അവളോട് പറഞ്ഞു. മീരയുടെ കൈ പതുക്കെ വിറച്ചു. അവൾക്ക് മനസ്സിലായി ഇത് ചായയെക്കുറിച്ചല്ല എന്ന്. ചേട്ടാ, അങ്ങനെ പറയരുത്, അവൾ മെല്ലെ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു മോളെ? ചായയല്ലേ കുടിക്കുന്നത്. രാജൻ നിഷ്കളങ്കമായി ചിരിച്ചു. പക്ഷെ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്ന ചുണ്ടിലും കഴുത്തിലും ഇറങ്ങി വരുന്ന വിയർപ്പിൽ തറഞ്ഞു നിന്നു. മീരയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലായി. അവളുടെ
ചൂടാക്കി ഒലിച്ചിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവളാകെ നനവ് കൊണ്ട് വിയർത്തു നനഞ്ഞു നിൽക്കുന്ന അവളെ അവിടെ ആ നിൽപ്പ് കണ്ട് രാജൻ ഇറങ്ങിപ്പോവാൻ ശ്രമിച്ചു. രാജൻ ഇറങ്ങിപ്പോകുന്നത് നോക്കുമ്പോൾ അവൾക്ക് ശരിക്കും അയാളോടൊരു വാക്കുപോലും മിണ്ടാൻ കഴിഞ്ഞില്ല. വാതിലടച്ച ശേഷം മീര അടുക്കളയിൽ തന്നെ ചാരി നിന്നു. കൈയറിയാതെ സാരിയുടെ മേൽ ഒന്ന് കൊണ്ടുപോയി. എന്തോ തൻ്റെ ശരീരം ചൂടിൽ നിന്ന് വിയർപ്പിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. രാജൻ ചേട്ടൻ്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങുന്നു. ഉള്ളിൽ എല്ലാം ചൂടായി വരുന്നുണ്ട്. അതിൻ്റേതാണ്. അന്ന് രാത്രി അവൾ രണ്ട് പ്രാവശ്യം അവൾ സ്വന്തം തൃപ്തി അടഞ്ഞു.